പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു പറയുന്നു, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി, അവർ വിലക്ക് വാങ്ങുന്നു ലഹുവുൽ ഹദീസിനെ. ലഹുവുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ കേവല കളിതമാശകൾ, വിനോദങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ വിലക്ക് വാങ്ങുന്നു. വിലക്ക് വാങ്ങുക എന്നുള്ള പ്രയോഗം ഖുർആനിൽ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്നും അവരുടെ ശരീരത്തെയും ധനത്തെയും വിലക്ക് വാങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സന്മാർഗം കൊടുത്ത് ദുർമാർഗം വിലക്ക് വാങ്ങിയവർ എന്ന പ്രയോഗവും കാണാം. ഇവിടെ ലഹുവുൽ ഹദീസിനെ വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മുഖ്യ അജണ്ട തന്നെ അത്തരം കാര്യങ്ങളാകുക. അങ്ങനത്തെ ആളുകളുണ്ട് ജനങ്ങളിൽ. ലിയുളില്ല അൻ സബീലില്ല, സ്വന്തത്തെയും മറ്റുള്ളവരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ, വയത്തഹിദഹ ഹുസുവ, അള്ളാഹുവിൻ്റെ മാർഗത്തെ അവർ തമാശയായിട്ട് കാണുന്നു, അതിനെ കളിയാക്കുന്നു. അള്ളാഹു കൽപ്പിച്ച മോഡസ്റ്റി, അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച ഒരുപാട് സദ്ഗുണങ്ങൾ, അതിനെയൊക്കെ തമാശയാക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് സ്വന്തത്തെയും മറ്റുള്ളവരെയും വഴിവേൽപ്പിച്ചുകൊണ്ട് ലഹുവുൽ ഹദീസിൽ, നിരർത്ഥകമായ കേവല കളിതമാശകളിലും അതുപോലെയുള്ള മറ്റ് സംഗീത സംഗതികളിലൊക്കെ മുഴുകുന്ന ആളുകൾ എന്നാണ് ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഗീത കച്ചേരികൾ നടത്താറുണ്ടായിരുന്നു. അതിൽ നിത്യേന പങ്കെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത് പങ്കെടുക്കുന്ന കാണികളായ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് അതിന് അടിമപ്പെട്ട് നിത്യേന പോകുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലഹുവുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. അന്ന് മക്കയിലൊക്കെ സംഘടിപ്പിച്ചിരുന്ന സംഗീത സദസ്സുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. ഉലായിക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് അപമാനകരമായ അദാബുണ്ട് എന്നാണ് അള്ളാഹു വാൺ ചെയ്യുന്നത്. വൈദാ തുത്ലാ അലൈഹി ആയാത്തുന, നമ്മുടെ ആയത്തുകൾ അവർക്ക് തിലാവത്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വല്ലാ മുസ്തക്ബിറ, കിബ്രോടുകൂടെ അവർ പിന്തിരിഞ്ഞു കളയും. കാലന യസ്മഅഹ കാന്നഫി ഉദ്നൈഹി വഖറ, അത് കേട്ടിട്ടില്ലാത്ത പോലെ അവരുടെ കാതുകൾക്ക് അടപ്പുള്ള മാതിരി അവർ പിന്തിരിഞ്ഞു കളയും. ഫബശ്ശിർഹു ബി അദാബിൻ അലീം, വേദന നിലക്കാത്ത അദാബ് അവർക്കുണ്ടെന്ന് വാൺ ചെയ്യുക എന്നല്ലാഹു പറയുന്നു. നമ്മുടെ കാലത്ത് നിരർത്ഥകമായ കേവല കളിതമാശകളും വിനോദങ്ങളും അടങ്ങിയ ഒരുപാട് പരിപാടികൾ, അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ, വീഡിയോകൾ സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയിൽ ഒരുപാട് പേർ അത് വിലക്ക് വാങ്ങിയതുപോലെയാണ് അതിനടിമപ്പെട്ട് കഴിയുന്നത്. അത്തരം വിനോദങ്ങൾ, കേവല കളിതമാശകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നുവെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തെ തന്നെ അത് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സൂറ ലുഖ്മാനിലെ ആയത്താണ്. ഇതിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. കൊച്ചുമകനാണ്. യാ ബുനയ്യ, എൻ്റെ കൊച്ചുമോനെ എന്ന് വിളിച്ചാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹാ ഇൻതക്കു മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മകനെ ഉപദേശിച്ച് പറയാണ്, എൻ്റെ കുഞ്ഞുമോനെ, തീർച്ചയായിട്ടും ഒരു കടുക് മണിയുടെ തൂക്കമുള്ള ഒരു കാര്യമാണെങ്കിലും അത് പാറക്കല്ലിൻ്റെ ഉള്ളിലോ ആകാശത്തിലോ ഭൂമിയിൽ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു സൂക്ഷ്മജ്ഞനാണ്, വളരെ യുക്തിയുള്ളവനാണ് എന്ന് മകനെ പഠിപ്പിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മകനെ അത് പഠിപ്പിക്കുകയാണ്. എന്തിനാണിങ്ങനെ പഠിപ്പിക്കുന്നത്? ഈ സൂറയുടെ അവസാനത്തിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെക്കുറിച്ചുള്ള ബോധമുള്ളവരായിരിക്കണം. റബ്ബ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരായിരിക്കണം. റബ്ബ് വിലക്കിയതിലേക്ക് പോകാത്തവരായിരിക്കണം. വഖ്ഷൗ യൗമ, ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടണം. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, ഒരു ഉപ്പയും മകന് തിരിച്ചൊരു മകനും ഉപ്പാക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു നാൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൊച്ചുമകനെ പിതാവായ ലുഖ്മാൻ ഉപദേശിക്കുന്നത്. ഒരു നാൾ പിന്നീട് വരാൻ പോകുന്നുണ്ട്. ആ നാളിൽ യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല.
അള്ളാഹു പറയുന്നു, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണ്. വലാ തഗുറന്നക്കുമുൽ ഹയാത്തുദ്ദുന്യ, ദുന്യാവിലെ ലൗകികമായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, കടും വഞ്ചകനായ പിശാജ് അവൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കൊച്ചുമക്കൾ ലഹുവുൽ ഹദീസ് വിലക്ക് വാങ്ങി ജീവിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.